ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ നമ്മളൊരു പൊതിച്ചോറ് തയ്യാറാക്കാൻ പോവുകയാണ്. അതിനുള്ള കറികളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് പൊതിഞ്ഞെടുത്താൽ മാത്രം മതി. പൊതിച്ചോറ് പൊതിഞ്ഞ് നമ്മളൊരു യാത്ര പോവുകയാണ്. വേറെ ഒരുപാട് വലിയ യാത്രയൊന്നുമല്ല, അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോഴും നമ്മൾ അച്ഛന് കൂടെ ചോറ് കൊണ്ടുപോകണം. അപ്പോഴൊരു പൊതിച്ചോറായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇത് നമ്മളിന്നലെ വയലിൽ നിന്നും വെട്ടിക്കൊണ്ട് വന്നതാണ്. ഇത് വലിയൊരു കൊലയായിരുന്നു. അപ്പോൾ ഇതിനെയും കൂടെ കൊണ്ടുപോവാണ്. എനിക്കിത് വീട്ടിൽ പോകുന്ന വഴിക്ക് എൻ്റെ വീട്ടിലും കൂടെ ഒന്ന് കയറണം. അന്നേരം അവിടെ പോകുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഇതും കൂടെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങോട്ടും കൂടെ പോവുകയാണ്. പോകുന്ന വഴിക്ക് അവിടെ കയറാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിന്ന് രാവിലെ തന്നെ അതുകൊണ്ട് ഇറങ്ങുന്നത്. സാധാരണ അച്ഛൻ്റെ അടുത്ത് പോകുമ്പോൾ വൈകിട്ടാണ്, ഉച്ച കഴിഞ്ഞൊരു 3 മണിയൊക്കെ ആവുന്ന സമയത്താണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാറ്. ഇന്നിപ്പം എൻ്റെ വീട്ടിലും കൂടെ കയറേണ്ടതുകൊണ്ട് നമ്മളിന്ന് രാവിലെ തന്നെ പോവുകയാണ്. ഇത് പാളയംകുടം കൊലയാണ്. ഇതാകുമ്പോൾ നമ്മുടെ വീട്ടിൽ ആരും കഴിക്കത്തില്ല. ഇതെല്ലാം കൂടെ പഴുത്തു പോയാൽ പിന്നെ അത് വേസ്റ്റായി പോകത്തേ ഉള്ളൂ. പിള്ളേരൊന്നും കഴിക്കത്തില്ല. പിന്നെ ഞാനും അമ്മയും കാണേ കഴിക്കുകയുള്ളൂ. പിന്നെ അച്ഛൻ ഇവിടെ ഇല്ല. ചേട്ടനാണെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നെഞ്ചിരിച്ചില്ലെന്നൊക്കെ പറയും. അതുകൊണ്ട് പിന്നെ കഴിക്കത്തില്ല. അപ്പോഴിത് പിന്നെ വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ച്. വീട്ടിലാണെങ്കിൽ കൊലയൊന്നുമില്ല. അങ്ങനെ അതുകൊണ്ടാണ് പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഇന്ന് ഇല വാട്ടുന്നത് ഗ്യാസിൽ ഇല വാട്ടിയെടുക്കുകയാണ്. ചിലപ്പോഴൊക്കെ ഗ്യാസിൽ തന്നെയാണ് വാട്ടിയെടുക്കുന്നത്. അടുപ്പ് കത്തിക്കുകയാണെങ്കിൽ അടുപ്പിൽ തന്നെ ഇല വാട്ടിയെടുക്കും. അതാകുമ്പോൾ പെട്ടെന്നങ്ങ് നല്ലതുപോലെ എല്ലായിടും ഒരുപോലെയൊക്കെ തീ എത്തുന്നത് കൊണ്ട് അതാണ് നല്ലത്. ഗ്യാസിലാകുമ്പോൾ എല്ലാ ഭാഗവും നമ്മളിങ്ങനെ പിടിച്ച് കൊടുക്കണം. അപ്പോൾ ഇലയൊക്കെ നല്ല വാട്ടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും പൊതിച്ചോറ് ഞാൻ കെട്ടി വെക്കുന്നില്ല. ഇപ്പം എനിക്കും ചേട്ടനും അച്ഛനും മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ആദ്യം ചോറ്, ഇനി നല്ല കട്ട ചമ്മന്തി അരച്ചിട്ടുണ്ട്, അതുകൊണ്ട് വയ്ക്കാം. പിന്നെ അവിയലാണ്. ഇത് വാഴപ്പിണ്ടി അവിയലാണ്. നേരത്തെ കൊല കണ്ടില്ലേ, അപ്പോൾ ഇന്നലെ വെട്ടിയപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ എടുത്തുകൊണ്ട് വന്ന വാഴപ്പിണ്ടിയാണ്. പിന്നെ ഇത് സോയാബീൻ നല്ല തേങ്ങയൊക്കെ വറുത്ത് പൊടിച്ച് ചേർത്തതാണ്. പാവയ്ക്ക തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് മെഴുക്ക് പുരട്ടിയത്. പിന്നെ തൈരാണ്. ഞാൻ സലാഡ് പോലെ ആക്കി എടുത്തതാണിത്. എനിക്ക് തൈര് മാത്രമായിട്ട് എനിക്ക് കഴിക്കുന്ന ഇഷ്ടമല്ല. ഇങ്ങനെ സലാഡായിട്ടാണ് കഴിക്കുന്നത് ഇഷ്ടം. അപ്പോൾ അങ്ങനെ എടുത്തു. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് പൊതിഞ്ഞ് കെട്ടി വയ്ക്കാം. അങ്ങനെ നമ്മൾ പൊതിച്ചോറൊക്കെ 3 എണ്ണം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോകാൻ വേണ്ടി റെഡിയാവാം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ കൂടെ തമ്പുരുവും കൂടെ ഉണ്ട്. തമ്പുരുവിനെ ഇന്ന് സ്കൂളിൽ വിട്ടില്ല. രാവിലെ ഞാൻ നമ്മുടെ അടുത്തല്ലല്ലോ ബസ് വരുന്നത്, കുറച്ചപ്പുറത്താണ്. അപ്പോഴവിടെ കൊണ്ടാക്കും. വൈകിട്ടും അതുപോലെ വിളിക്കാൻ പോകണം. അപ്പം ഞാൻ രാവിലെ പോയിട്ട് നമ്മൾ ചിലപ്പോൾ രാത്രിയാവും, മിക്കവാറും രാത്രിയിലാണ് വരുന്നത്. അപ്പോഴവളെ വിളിക്കാൻ പോകാൻ ആളില്ലല്ലോ. അതുകൊണ്ട് അവളെ ഇന്ന് സ്കൂളിൽ വിട്ടില്ല. അല്ലെങ്കിൽ അവൾക്ക് സ്കൂളിൽ പോകുന്ന ഭയങ്കര മടിയാണ്. ഇതുപോലെ എവിടെയെങ്കിലും പോകണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോകാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അവളും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ധൈര്യമാണ്. സ്കൂളിൽ നിന്ന് വന്നില്ലല്ലോ, ഇനി വിളിച്ചുകൊണ്ട് വരുന്ന ഇനി ആരെന്നൊക്കെ ഉള്ളൊരു വെപ്രാളം കാണത്തില്ലേ. അപ്പോഴും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കതൊന്നും പേടിക്കണ്ടല്ലോ. ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് റോഡിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ നോക്കിയാണ് പോകുന്നത്. പച്ചക്കറി കച്ചവടക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നല്ല ലാഭത്തിൽ കിട്ടും. അങ്ങനെ അത് മേടിക്കാറുണ്ടായിരുന്നു. നമ്മളിതിന് മുമ്പോട്ട് പോകുമ്പോൾ പാവയ്ക്കൊക്കെ ഇങ്ങനെ ആൾക്കാർ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ സാധാരണ കടയിലൊക്കെ ആണെങ്കിൽ പാവയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. ഇതുപോലുള്ള വഴിയോര കടകളിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പം പാവയ്ക്കൊക്കെ 1.5 കിലോ പാവയ്ക്ക 100 രൂപയ്ക്കാണ് കിട്ടിയത്. അത് നല്ല പാവയ്ക്ക, നല്ല നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സെയിം പാവയ്ക്ക തന്നെ. അങ്ങനെ വന്നപ്പോഴാണ് നമ്മളിവിടെ ഇഞ്ചി, മാങ്ങ, നാരങ്ങയൊക്കെ ഇരിക്കുന്നത് കണ്ടത്. അങ്ങനെ വണ്ടി നിർത്തി ഞാൻ അവിടെ ഇറങ്ങി സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണ്.
മാങ്ങയൊക്കെ ആണെങ്കിൽ നല്ല ലാഭത്തിലാണ് കേട്ടോ. 1 കിലോ മാങ്ങ 100 രൂപയാണെങ്കിലും നല്ല പച്ച മാങ്ങയാണ്. ഞാനാണെങ്കിൽ കടയിൽ നിന്ന് ഇതിന് മുമ്പോട്ട് മേടിച്ച മാങ്ങയാണെങ്കിൽ അങ്ങ് വാടി പഴുത്തതുപോലെ ആയതാണ്. അങ്ങ് അച്ചാറിടാൻ വേണ്ടി മേടിച്ചിട്ട് പിന്നെ അത് അച്ചാറിട്ടില്ല, വെറുതെ തിന്നാനേ കൊള്ളാവുമായിരുന്നു. അതുകൊണ്ട് ഞാൻ മാങ്ങയും നാരങ്ങയും ഇഞ്ചിയും വാങ്ങി. പിന്നെ അപ്പോഴത്തേക്കാണ് മഴ പെയ്ത്, അവിടെ കയറി നിൽക്കാനേ സ്ഥലമില്ല. പിന്നെ ഞാൻ അവരുടെ കുടയിൽ തന്നെ കയറി നിന്ന്. അങ്ങനെ തക്കാളിയൊക്കെ വാങ്ങി കേട്ടോ. തക്കാളിക്കാണെങ്കിൽ 1.5 കിലോ 50 രൂപ ഉള്ളായിരുന്നു. അതൊക്കെ വാങ്ങി. അത് നല്ല പൊട്ടാത്ത നല്ല തക്കാളിയായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് വാങ്ങി. അങ്ങനെ വഴിയിൽ നിന്നൊക്കെ കാണുന്ന സാധനങ്ങളെല്ലാം വാങ്ങി വാങ്ങി വന്നപ്പോഴത്തേക്കും കുറച്ച് സമയമൊക്കെ പോയി. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇനി നേരെ വീട്ടിൽ പോകുന്നില്ല. ആദ്യം വിചാരിച്ച് എൻ്റെ വീട്ടിൽ പോയിട്ട് കുളത്തൂപ്പുഴയ്ക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. ഇപ്പം വിചാരിച്ചു വേണ്ട, ഇനി വീട്ടിൽ പോയി കഴിഞ്ഞാൽ താമസിക്കും. നമ്മുടെ കയ്യിലിരിക്കുന്ന ചോറ് അച്ഛനും കൂടെ ഉള്ളതല്ലേ, പിന്നെ അച്ഛന് വിശക്കൂലേ. അതുകൊണ്ട് നമ്മൾ നേരെ കുളത്തൂപ്പുഴയ്ക്ക് പോവുകയാണ്. കുളത്തൂപ്പുഴ ചെന്നിട്ട് പിന്നെ വൈകിട്ട് എൻ്റെ വീട്ടിൽ കയറിയിട്ടേ തിരിച്ച് ഞാൻ വരുന്നുള്ളൂ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ നേരെ കുളത്തൂപ്പുഴയ്ക്കാണ് ഇപ്പം പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഇപ്പം അച്ഛൻ്റെ അടുത്ത് എത്തി. ഇനി നമ്മൾ ക്വാർട്ടേഴ്സിലോട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ട് അച്ഛന് കൊടുക്കാൻ വേണ്ടി. അത് അരിയും തേങ്ങയൊക്കെയാണ്. ചിലപ്പോൾ അച്ഛൻ തിരിച്ച് വരുമ്പോൾ ബസ്സിലായിരിക്കും വരുന്നത്. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പോയപ്പം കുറച്ച് സാധനങ്ങളും കൂടെ കൊണ്ടുപോയി. ആ വീട്ടിൽ 2-3 പട്ടികളുണ്ട്. അതുകൊണ്ട് നമ്മൾ പേടിച്ച് ഇറങ്ങുന്നത് കേട്ടോ. ചിലപ്പം ചാടി ഇങ്ങ് വരും. ഒരു ദിവസം തമ്പുരു ഇങ്ങനെ നടന്നിങ്ങോട്ട് ഇറങ്ങിയതും അത് ചാടി അങ്ങ് വന്നായിരുന്നു. ഉച്ചയ്ക്ക് ഇപ്പോൾ 1 മണി കഴിഞ്ഞ്. അതുകൊണ്ട് എല്ലാവർക്കും നല്ല പോലെ വിശന്ന് കേട്ടോ. അതുകൊണ്ട് കൊണ്ടുവന്നപ്പോഴേ എല്ലാവരും അത് തുറന്ന് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് എനിക്കും തമ്പുരുവിനുമുള്ള ചോറാണ്. ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ 2-3 മണിക്കൂറായിട്ട് പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത് കൊണ്ടേ പൊതിച്ചോറ് തുറക്കുമ്പോൾ നല്ല മണമാണ്. ഇതിനകത്ത് എല്ലാം വെജിറ്റേറിയനാണ് കേട്ടോ. മീനും മുട്ടയൊന്നും നമ്മളിന്ന് എടുത്തിട്ടില്ല. എല്ലാം വെജിറ്റേറിയൻ കറികളാണ്. ആദ്യം ചമ്മന്തി മാറ്റി വെച്ചു. ഇനി അവിയൽ. ഇതിൽ ഉള്ളി ഇട്ടേക്കുന്നതുകൊണ്ട് ഞാൻ തമ്പുരു TV നോക്കി നിന്ന സമയത്ത് ഒന്നി അങ്ങ് മാറ്റി. തമ്പുരുവിന് ഉള്ളി ഭയങ്കര ദേഷ്യമാണ്, കഴിക്കത്തില്ല. അതിൻ്റെ മണം അടിച്ചു കഴിഞ്ഞാൽ അതൊന്നും കഴിക്കത്തില്ല. അപ്പോൾ ഞാൻ സലാഡിൽ ഉള്ളി ഇട്ടിട്ടുണ്ട്. അവളത് കണ്ടില്ല. അവൾ കാണാതെ തന്നെ ഞാനതിനെ എടുത്തങ്ങ് പെട്ടെന്ന് മാറ്റി. തമ്പുരുവിനാണെങ്കിൽ വിശക്കുന്നെന്ന് വണ്ടിയിലിരുന്നപ്പോഴേ പറഞ്ഞു. കാരണം സ്കൂളിൽ 12:30 ആകുമ്പോൾ അവർക്ക് ചോറ് കൊടുക്കുമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ 1 മണി കഴിഞ്ഞില്ലേ, അതുകൊണ്ട് നല്ല വിശന്നിട്ടുണ്ട്. ചില സമയങ്ങളിൽ ഇതുപോലെ ചോറൊന്നും കൊടുത്താൽ കഴിക്കത്തൊന്നുമില്ല, വേണ്ടാന്നൊക്കെ പറയും. എല്ലാ കറികളൊന്നും കൂട്ടത്തൊന്നുമില്ല. ഇന്നാണെങ്കിൽ എല്ലാം പെട്ടെന്ന് വേണമെന്നാണെന്ന് വെച്ചാൽ അത്രയ്ക്ക് അങ്ങ് വിശന്നു പോയി. അതുകൊണ്ട് പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കറി ഇതിനകത്തുണ്ട് കേട്ടോ. സോയാബീൻ എങ്ങനെ വെച്ച് കൊടുത്താലും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അതൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് ചോറ് അടിപൊളിയാണെന്നാണ് പറയുന്നത്. അവൾക്ക് വെച്ച് കൊടുത്തപ്പോൾ എനിക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ട്. ഞാനും അതുകൊണ്ട് പെട്ടെന്ന് വാരി കഴിക്കുകയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചമ്മന്തിയും ആ സലാഡിൻ്റെ തൈരും എല്ലാം കൂടെ ഒക്കെ ആയപ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റായിരുന്നു. മീനും മുട്ടയൊന്നും വേണ്ട, ഇത് തന്നെ മതി. അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അവൾക്ക് ചോറെടുക്കുമ്പോൾ അവൾ പറയും അതിൻ്റെ മുകളിൽ സോയാബീനും കൂടെ വെച്ച് അവൾക്ക് ഇങ്ങനെ എടുത്ത് കൊടുക്കണമെന്നാണ് അവൾ പറയുന്നത്. ചോറൊക്കെ ഉണ്ടിട്ട് ഇങ്ങനെ ഞങ്ങൾ ഇരിക്കുമായിരുന്നു. TV ഒക്കെ കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് അച്ഛൻ പറഞ്ഞ് കുറേ അമ്പഴം ഇരിപ്പുണ്ട്. തലേദിവസം ആരുടെയോ ഈ കൂടെ ജോലി ചെയ്യുന്ന ആരുടെയോ വീട്ടിൽ പോയപ്പം അവിടെ ഇഷ്ടംപോലെ അമ്പഴങ്ങ നിൽപ്പുണ്ടായിരുന്നെന്ന്. അങ്ങനെ പറിച്ചുകൊണ്ട് വന്നതാണെന്ന്. ഞാൻ അപ്പോഴത്തേക്ക് ഉപ്പും മുളകും ഒക്കെ എടുത്തുകൊണ്ട് വന്നു.
അതിനെ എടുത്തു നോക്കിയപ്പോൾ അത് വലിയ അമ്പഴങ്ങ. സാധാരണ ഞാൻ കുറച്ചുകൂടെ ചെറിയ അമ്പഴങ്ങയാണ് കണ്ടിട്ടുള്ളത്. ഇത് വലിയ അമ്പഴങ്ങ, ഒരു വലിയ മാങ്ങയുടെ അത്രയുണ്ട്. നമ്മൾ കണ്ണിമാങ്ങയൊക്കെ ഇത്തിരി വലിയ കണ്ണിമാങ്ങയൊക്കെ ഇടത്തില്ല, അതുപോലെ ഒരു വലിയ അമ്പഴങ്ങയായിരുന്നു. അതും നല്ല വിളഞ്ഞ് കറുത്ത രീതിയിലുള്ളതായിരുന്നു. അപ്പം ഞാനിപ്പോൾ അതിനെ കുറേ എടുത്തുകൊണ്ട് പോയി കഴുകി എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോഴിതെങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. ഭയങ്കര പുളിയായിരിക്കും, നാര് കാണുമെന്നാണ് തോന്നുന്നത്. ഉപ്പും മുളകിൻ്റെയൊക്കെ ഈ മിക്സിൽ ഇതുപോലെ തൊട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണ ഞാൻ അമ്പഴങ്ങ നേരത്തെ കഴിച്ചിട്ടുണ്ട്, അതിനെല്ലാം ഭയങ്കര പുളിയാണ്. എത്ര ഉപ്പ് തേച്ചാലും ഭയങ്കര പുളിയാണ്. പക്ഷേ ഇതിനങ്ങനെ പുളിയേ ഇല്ലായിരുന്നു. നല്ല ചെറിയൊരു പുളിയും നല്ല മധുരമൊക്കെ ഉള്ളൊരു നല്ലൊരു അമ്പഴങ്ങയായിരുന്നു. നാരും കൂടി ഇല്ലാത്തതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. ഇതിലോട്ട് കുറച്ച് ഉപ്പും മുളകും ഒക്കെ ഇതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ കടിച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ പുളിയേ ഇല്ലായിരുന്നു കേട്ടോ. ഇതിൻ്റെ ആ പച്ച പുറഭാഗത്തുള്ള ആ പച്ച പോലെ കാണുന്ന അവിടെ മാത്രമേ പുളിയുള്ളൂ. അകത്തുള്ള ആ വെള്ള സാധനത്തിനെല്ലാം നല്ല മധുരമായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മൾ നഴ്സറിയിൽ പോകുമ്പോൾ സ്വീറ്റ് അമ്പഴങ്ങ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കത്തില്ലേ, എനിക്ക് തോന്നുന്നു നല്ല മധുരമുള്ള അമ്പഴങ്ങയാണെന്നാണ് തോന്നുന്നത്. വിളഞ്ഞ് വരുമ്പോൾ നല്ല മധുരമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.